നമ്മുടെ വയറ്റിലേക്ക് എന്ത് പോകുന്നു അതാണ് ആരോഗ്യം. നമ്മുടെ വയറ്റിലേക്ക് പോകുന്നത് വായിലൂടെയാണ്. അപ്പോൾ വായിലൂടെ പോകുന്നത് നമ്മൾ 100% നമ്മൾ ഫിൽട്ടർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നു, ഡോക്ടർ എന്ത് ചെയ്യും? നമ്മൾ പുറത്തേക്ക് പോകുന്ന സാധനങ്ങൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്ന് പറഞ്ഞാൽ അകത്തെ പ്രോസസ്സ് നടക്കുന്നത്, അതിൻ്റെ വേസ്റ്റ് പോകുന്നതാണ് ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഉമിനീര് വരെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അകത്തേക്ക് പോകുന്നത് എന്താണോ അത് നമ്മൾ നിരീക്ഷിക്കണം. നമ്മളിപ്പോൾ ഒരു കോഴിയെ കഴിച്ചു, ആ കോഴിയുടെ DNA ആണ് ഞാനായി മാറുന്നത്. ഇപ്പോൾ ഒരു താറാവിനെ കഴിച്ചു, അല്ലെ പശുവിനെ കഴിച്ചു, പോത്ത് കഴിച്ചു, ഇതൊക്കെ എന്താണ്? അത് DNA ആണ്, ഓർമ്മകളാണ്, ഒരു മെമ്മറിയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ മെമ്മറിയാണ്. ഇപ്പോൾ ഒരു ജീവി എന്ന് പറഞ്ഞാലും മെമ്മറിയാണ്. അതിന്ന് ആ മെമ്മറിക്കാണ് പറയുന്നത് DNA എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ജീവൻ നിലനിൽക്കുവാൻ കാരണമായ ആ ഓർമ്മകളെയാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നോ അത് നമ്മളായി തീരും. അപ്പം പോത്തിനെ കഴിച്ചാൽ പോത്തിൻ്റെ DNA ആയിരിക്കും നമ്മൾ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ വായിലൂടെ പോകുന്നത് ആമാശയത്തിലെത്തുന്നു. ആമാശയമാണ് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. ആമാശയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് ബാധിക്കും. നമ്മുടെ തലച്ചോറിൽ സിഗ്നൽസ് വരും, നമുക്കതിന് വേദനയായിട്ട് അറിയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പം നമ്മുടെ വയറിനുള്ളിൽ വരുന്ന ഏത് തരത്തിലുള്ള അസുഖവും ശരീരം മുഴുവനും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അകത്തേക്ക് പോകുന്ന സാധനങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിരീക്ഷിക്കുക. നമ്മുടെ സർക്കാരിന് പോലും അകത്തേക്ക് പോകുന്ന സാധനങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിനുള്ള സാമഗ്രികളൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, വളരെ കുറവാണ്. അങ്ങനെയൊക്കെ സെക്ഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ടെങ്കിൽ അതൊന്നും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എന്തൊക്കെ പോകുന്നുണ്ടോ ഉള്ളത് നമുക്ക് കാര്യക്ഷമമായിട്ട് തീരുമാനിക്കാൻ കഴിയും. അപ്പം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ആരോഗ്യം വെറുതെ കിട്ടില്ല, പണം കൊടുത്താലും കിട്ടില്ല. നമ്മൾ സ്വയം ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്.